ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കർത്താവ് ഈ ദിവസം ഓരോരുത്തരുടെ മേലും പകർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം സ്പെഷ്യലായിട്ടുള്ള പല ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച വാഗ്ദാനങ്ങൾ അത് ഇതുവരെ പൂർത്തിയായില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം മുതൽ ആ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്, നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്, നിങ്ങളത് അനുഭവിച്ച് അറിയാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ നമുക്കൊരു എലീറ്റ് സ്പോൺസറാണ്. എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ന് അവരുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, അവർ നൽകിയ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തലമുറകൾ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അതുപോലെ തന്നെ കർത്താവെ താൻ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും രക്ഷിക്കപ്പെടുവാൻ, ദേശം വിടുവിക്കപ്പെടുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വ്യക്തി അനേകർക്ക്, തലമുറകൾക്ക് ഒരനുഗ്രഹത്തിൻ്റെ ഒരടയാളമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്ത വ്യക്തിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഗ്ലോ വിമൻസ് കോൺഫറൻസ് നവംബർ 14-15 ഈ 2 ദിവസങ്ങളായി നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ആവശ്യമാണ്. QR കോഡും രജിസ്ട്രേഷൻ്റെ ലിങ്കും എല്ലാം ഉണ്ട്. നിങ്ങൾക്കത് സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ അത് മനസ്സിലാകും, അവരെ കൊണ്ട് അത് രജിസ്റ്റർ ചെയ്യുക. ധൈര്യമായിട്ട് വരിക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് കടന്നു വരിക. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിയാനായിട്ട് പോകുകയാണ്. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന രാവിലെ 10 മണിക്കുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ സ്പെഷ്യലായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉള്ള ആരാധന രാവിലെ 8 മണിക്ക് നടക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്തു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ എന്ന ഈ പഠന പരമ്പര തീർക്കുകയാണ്. കാരണം ഇത് പറയാനാണെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പറയാൻ അത്രയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ കഴിയും. എങ്കിലും നമ്മൾ ഓരോ സീരീസ് എവിടെയെങ്കിലും വെച്ച് തീർക്കണമല്ലോ, അതുകൊണ്ട് തീർക്കുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ഇത് അനുഗ്രഹമായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലരൊക്കെ വല്ലപ്പോഴും മെസ്സേജൊക്കെ അയക്കാറുണ്ട്, ചിലരൊന്നും അയക്കാറില്ല. ചിലർ കമൻറ്റ് സെക്ഷനിൽ ഇടാറില്ല, കമൻറ്റ് ചെയ്യാറില്ല. ചിലർക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല. നോ പ്രോബ്ലം, നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജെങ്കിലും അയക്കാം. എങ്ങനെ ഈ മെസ്സേജ് സീരീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ എന്ത് അനുഭവം ഉണ്ടായി, നിങ്ങളെന്ത് തീരുമാനമെടുത്തു, ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എനിവേ, ഇന്ന് അവസാനത്തെ ഹോളി സ്പിരിറ്റ് ഇൻവേഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അവസാനത്തെ എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് വൺ, ദ 7th വൺ, ദ എൻഡ് ടൈം ഇൻവിറ്റേഷൻ, അന്ത്യകാല ക്ഷണം. അന്ത്യകാലത്ത് ഒരു വലിയ ഇൻവിറ്റേഷൻ നടക്കുന്നുണ്ട്. അതിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻവേഷനുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകം 1-ലാണെങ്കിൽ അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22-ലാണ്. ഇതിനുശേഷം ഒരു അധ്യായമില്ല. ഇതിനുശേഷം ബൈബിളില്ല, തീരുകയാണ്. അവിടെ വെളിപ്പാട് പുസ്തകം 22-17 ഒരു വചനം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. The Spirit and the bride say, come. And let the one who hears say, come. Let the one who is thirsty come. And let the one who wishes take the free gift of the water of life. അപ്പോൾ അവിടെ പറയുന്നത് ഒരു വളരെയധികം കേട്ടിട്ടുള്ളൊരു ഭാഗമായിരിക്കണം. ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് സേ കം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. ലെറ്റ് ദ വൺ ഹു ഹിയേഴ്സ് സേ കം. കേൾക്കുന്നവനും പറയട്ടെ വരിക. ഇതാരെങ്കിലും കേൾക്കുവാണെങ്കിൽ അയാളും പറയണം വരിക. Let the one who is thirsty come. ദാഹിക്കുന്നവൻ വരട്ടെ. And let the one who wishes take the free gift of the water of life.
അങ്ങനെ ആഗ്രഹിക്കുന്നവനെല്ലാം, ദാഹിക്കുന്നവനെല്ലാം ഈ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. അപ്പോൾ ഇവിടെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് കം. ഞാനൊന്ന് എണ്ണി നോക്കട്ടെ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ഞാനിപ്പോൾ പറയാം. 1, 2, 3 പ്രാവശ്യം ആവർത്തിച്ച് ഇതിൽ തന്നെ പറയുന്നുണ്ട് കം 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 കം. അപ്പോൾ ആദ്യം പറയുന്നത് ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക. അതിനുശേഷം കേൾക്കുന്നവർ വരിക എന്ന് പറയട്ടെ. കേൾക്കുന്നവർ വാ 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 എന്ന് പറയട്ടെ. അങ്ങനെ വരുന്നവർ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഏറ്റവും അവസാനം ഒരു ഓപ്പൺ ഇൻവിറ്റേഷനാണ്. ദ എൻഡ് ടൈം ഇൻവിറ്റേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ കം കം, പറഞ്ഞേ കം. നിങ്ങൾ ലൈവ് ചാറ്റിൽ എത്ര പ്രാവശ്യം അടിക്കാൻ അത്രയും പ്രാവശ്യം അടിക്കുക. കം, വരിക വരിക വരിക. അടിച്ചോ, എത്ര പ്രാവശ്യം അടിക്കാം അത്രയും പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക. കം 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 കം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാവുന്നവർ അങ്ങനെ അടിക്കുക. കം കം കം. കാരണം ഇവിടെ പറയുന്നത് ആത്മാവ് പറയുന്നു, ബ്രൈഡ് മണവാട്ടി പറയുന്നു, അത് കൂടാതെ കേൾക്കുന്നവനും പറയട്ടെ. അപ്പോൾ കേൾക്കുന്ന എല്ലാവരും കം ടൈപ്പ് ചെയ്യുക. കം 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 കം, വരിക വരിക വരിക. പണ്ടൊരിക്കൽ കർത്താവ് ഗോ എന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 28 അവസാനം വരുമ്പോഴേക്കും ഗോ, 18 മുതൽ വായിക്കുമ്പോൾ ഗോ, പോകുക പോകുക പോകുക. എന്തിനു വേണ്ടിയിട്ട്? സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കാൻ, അവരെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ, അവരെ പഠിപ്പിക്കാൻ. ഗോ ഗോ ഗോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് കം കം കം. കം എന്തിനാണ്? ഗോ എന്തിനാണ്? ഗോ എന്തിനാണ്? സുവിശേഷം പറയാൻ, ആളുകൾ രക്ഷയിലേക്ക് നടത്താൻ. കം എന്തിനാണ്? ജീവജലം സൗജന്യമായി കൊടുക്കാൻ. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാവ്. ഇനി ആത്മാവും മണവാട്ടിയും കൂടി ചേർന്നാണ് കം എന്ന് പറയുന്നത്. ആത്മാവാരാണ്? അവിടെ ക്യാപിറ്റൽ എസ് ആണ്, ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവും മണവാട്ടി ആരാണ്? ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്നത് യേശുവിൻ്റെ മണവാട്ടിയായ സഭയാണ്. എഫെസ് ലേഖനം 5-ാം അധ്യായം 26 മുതലൊക്കെ വായിക്കുമ്പോൾ ആ ഭാഗത്ത് വ്യക്തമായി ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത് സഭയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ക്രിസ്തു എന്ന ഏകപുരുഷന് ഫലമേൽപ്പിക്കുവാനായി വിവാഹ നിശ്ചയം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രൈഡ് ക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഉപമിച്ച് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മണവാട്ടി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മണവാട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നെങ്കിൽ ഒരു വൈറ്റ് ഗൗൺ, അല്ലെങ്കിൽ ഒരു വൈറ്റ്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പറയാം സാധാരണ ഒരു ഐവറി കളർ, ഒരു ബേജ് കളർ വരെയൊക്കെയുള്ള സാധാരണ ഉടുപ്പ്, ഗൗണോ അല്ലെങ്കിൽ ഫ്രോക്കോ അല്ലെങ്കിൽ ഒരു സാരിയോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉടുത്ത് റെഡിയായി നിൽക്കുന്ന, തലയിലൊക്കെ ഒരു ക്രൗണൊക്കെ വെച്ച്, ഒരു നെറ്റോ വെയിലൊക്കെ ഇട്ട്, ഒരു ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ ഭയങ്കരമായൊരു ഒരുക്കം നടന്നിട്ടുണ്ട്, അല്ലേ? ബ്രൈഡൽ ഒരു ഒരുക്കം നടന്നിട്ടുണ്ട്. ബ്രൈഡൽ മേക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഒരുങ്ങി, അതുപോലെ ഒരു പെൺകുട്ടി ഇതുപോലെ വേറൊരു ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈഫിൽ ഒറ്റ പ്രാവശ്യം ഇതുപോലൊരു ഒരുക്കം. പിന്നെ വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് വേറെ പല വേഷമൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലൈഫിൽ ഒറ്റ പ്രാവശ്യം മാത്രം, അതും ഒത്തിരി സമയമെടുത്ത് നല്ല രീതിയിൽ ജീവിതത്തിൽ ഏറ്റവും സൗന്ദര്യവതിയായി, ഏറ്റവും ബ്യൂട്ടിഫുള്ളായി അന്നത്തെ ദിവസമാണ് കാണപ്പെടുന്നത് നോർമലി. അങ്ങനെ ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് കണ്ടു, അവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്. ആത്മാവും മണവാട്ടി, എല്ലാവരും എന്ന് പറഞ്ഞാൽ ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് ടൈപ്പ് ചെയ്തിടുക.
എല്ലാവരും ടൈപ്പ് ചെയ്യുക. ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ്, ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ്, ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ്, ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ്. ആത്മാവും മണവാട്ടി പറഞ്ഞേ, 1000 പ്രാവശ്യം പറ. ആത്മാവും മണവാട്ടിയും പറഞ്ഞേ ഉറക്കെ. ആത്മാവും മണവാട്ടിയും, ആത്മാവും മണവാട്ടിയും എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധാത്മാവും സഭയും. പറ, പരിശുദ്ധാത്മാവും സഭയും. പരിശുദ്ധാത്മാവ് സഭയുടെ ചേർന്നിട്ട് പറയുക കം. എല്ലാവരും പറയാം കം. വീണ്ടും ടൈപ്പ് ചെയ്യുക കം കം കം. വരിക 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 വരിക, വാ. വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? ദോസ് ഹു ആർ തേഴ്സ്റ്റി. ദാഹമുള്ളവനെല്ലാം വരട്ടെ, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഇത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി യേശു അവിടെ പറഞ്ഞിട്ടുണ്ട്, വരിക, കം. ഉറക്കെ വിളിച്ച് പറയുക, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ, അതായത് 7-ാം അധ്യായത്തിൽ അതിന് കുറച്ച് മുമ്പ് 4-ാം അധ്യായത്തിൽ ശമരിക്കാരിയുമായി സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അങ്ങനെയുള്ള ജീവനുള്ള വെള്ളം, ലിവിങ് വാട്ടർ, ലൈഫുള്ള വെള്ളം, ലൈഫ് ഗിവിങ് വാട്ടർ, കുടിച്ചാൽ ജീവൻ വരുന്ന ജലം ആരെ കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ദ ലിവിങ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞത് അല്ലേ. ജീവനുള്ള വെള്ളം, ജീവൻ്റെ ജലം, ജീവജലം, ജീവൻ്റെ അരുവി, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻസ് എല്ലാം കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നദിയാണെന്നല്ല അർത്ഥം, പരിശുദ്ധാത്മാവ് വെള്ളമാണെന്നല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ അത് പറഞ്ഞു പിടിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം ആത്മാവിനെ കാണാൻ പറ്റില്ലല്ലോ. സോ ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് സേ കം, വാ വാ. അപ്പം എല്ലാ സഭകളും പറഞ്ഞേ, സർവ്വസഭകളും, ഭൂമിയിലുള്ള ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിശ്വസിക്കുന്ന എല്ലാ സഭകളും പറയണം കം, വരിക. എന്തിനു വേണ്ടിയാണ് വരേണ്ടത്? ആൻഡ് ലെറ്റ് ദ വൺ ഹു ഹിയർസ് സേ കം. ഇനി ആത്മാവും മണവാട്ടിയും കം കം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവരെല്ലാം പറയട്ടെ കം കം കം, വാ വാ വാ. അപ്പോൾ വലിയൊരു ഇൻവിറ്റേഷനാണിത്, ഭയങ്കരമായൊരു ഇൻവിറ്റേഷൻ. അപ്പോൾ ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ള ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ. മത്തായി 11:28 കർത്താവ് ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് യേശുവിൻ്റെ ഇൻവിറ്റേഷനാണ്. ഇത് ആത്മാവിൻ്റെ ഇൻവിറ്റേഷനാണ്. യേശു കൂടെ ഉണ്ട്, മണവാട്ടി കൂടെ ഉണ്ട്. മണവാട്ടി കൂടെ ഉണ്ടെങ്കിൽ അത് മണവാളനും ഉണ്ടെന്നർത്ഥം അല്ലേ. മണവാട്ടി ഉണ്ടെങ്കിൽ മണവാളനും കൂടെ ഉണ്ടല്ലോ, മണവാളനും അടുത്തവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നിട്ട് കേൾക്കുന്നവരൊക്കെ വാ 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 എന്ന് വിളിക്കണം. ലെറ്റ് ദ വൺ ഹു ഈസ് തേഴ്സ്റ്റി കം. ദാഹിക്കുന്നവനെല്ലാം വരട്ടെ. ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും ദാഹമുണ്ടോ? ദാഹം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ദാഹം. ഈ ശരീരത്തിനൊരു ദാഹമുണ്ട്. അപ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം കുടിക്കണം, ഒരു പെപ്സി കുടിച്ചാൽ കൊള്ളാം, ഒരു സർബത്ത് കുടിച്ചാൽ കൊള്ളാം, ഒരു ഉപ്പ് സോഡ കുടിച്ചാൽ കൊള്ളാം, ഒരു ചായ കുടിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ദാഹത്തിന് വേണ്ടിയിട്ട് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രിങ്ക് ശരീരത്തിന് ദാഹിക്കുമ്പോൾ. എന്നാൽ ആത്മാവിന് ഇതുപോലെ ദാഹം വരും. 63-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത്, എൻ്റെ ഉള്ളം ദൈവത്തോട് ചേരുവാനായി, അതായത് 42-ാം സങ്കീർത്തനത്തിൽ പറയുന്ന മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് എന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു ദാഹം. 63-ൽ എൻ്റെ മാംസവും എൻ്റെ ഉള്ളവും അല്ലേ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളവും എൻ്റെ മാംസവും എൻ്റെ ആത്മാവും എല്ലാം നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. അപ്പം എല്ലാവരുടെ അകത്തൊരു ദാഹം കിടപ്പുണ്ട്. എന്തിനു വേണ്ടി? ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തെ രുചിക്കുവാൻ, ദൈവത്തിലാകുവാൻ, ദൈവ സാന്നിധ്യം കിട്ടുവാൻ, അതിലങ്ങ് മതിമറഞ്ഞിരിക്കാൻ ഒക്കെ എല്ലാവരുടെ അകത്ത് ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹമുണ്ട്. ചിലരെന്ത് ചെയ്തു വെച്ചാൽ ആ ദാഹത്തെ തല്ലിക്കിടത്തിയിട്ട് മറ്റ് ദാഹങ്ങൾ പുറകെ പോവും. വേറെയും പല ദാഹവും വിശപ്പൊക്കെ അതിൻ്റെ പറയുമോ. അത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ദാഹം ശമിക്കുക. അതുകൊണ്ടാണ് ശമരിക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും.
എന്നാൽ ഞാനൊരു വെള്ളം തന്നാൽ, ജീവനുള്ള വെള്ളം, നിന്നെ ഒരിക്കലും നിനക്ക് ദാഹിക്കില്ല. അതോടുകൂടെ ഇറ്റ് വിൽ ക്വെഞ്ച് യുവർ തേഴ്സ്റ്റ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടിയുള്ള ആ ദാഹം, ആത്മദാഹം, അത് ഞാൻ തരുന്ന വെള്ളത്തിന് മാത്രമേ ശമിപ്പിക്കാൻ സാധിക്കൂ. ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു വചനഭാഗം ഏശയ്യാവിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഒന്ന് വായിച്ചാലോ? 55:1 മുതൽ. ഐസായ 55:1-7. Come, all who are thirsty, come to the waters. And you who have no money, come, buy and eat. Come, buy wine and milk without money and without cost. അവിടെ പറയുന്നത്, ദാഹിക്കുന്നവരെല്ലാം വരാൻ പറയുക. കം ടു ദ വാട്ടേഴ്സ്, വെള്ളത്തിനായി വരുവിൻ. എന്നിട്ട് കാശ് വേണ്ട, ഇതിന് പ്രത്യേകിച്ച് ബില്ലൊന്നും അടിക്കുന്നില്ല, വാ കുടിച്ചോ കഴിച്ചോ എന്നാ പറയുന്നത്. 2, വൈ സ്പെൻഡ് മണി ഓൺ വാട്ട് ഈസ് നോട്ട് ബ്രെഡ്. ശരിക്കും അപ്പമല്ലാത്തതിന് നിങ്ങൾ എന്തിനു കൊണ്ടുപോയി കാശ് കളയും. ആൻഡ് യുവർ ലേബർ ഓൺ വാട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ. നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് തൃപ്തി വരാത്തതിന് എന്തിനാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒത്തിരി പേരുണ്ട്, അവരധ്വാനിക്കുന്ന പണം പല പല ആസ്വാദനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കുകയാണ്. പക്ഷേ ആസ്വാദനം നടക്കുന്നുണ്ടോ? ഒരല്പനേരം, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ കഴിയുമ്പോൾ അത് തീർന്നു. എന്നാൽ ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും ഒക്കെ നൽകുന്ന അത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കം ടു ദ വാട്ടേഴ്സ്, കം ടു ദ വാട്ടർ ഓഫ് ലൈഫ്. ഇനി ലിസൺ ടു മീ ആൻഡ് ഈറ്റ് വാട്ട് ഈസ് ഗുഡ്. എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നല്ലത് തിന്ന്, നല്ലത് ഭക്ഷിക്ക്. ആൻഡ് യു വിൽ ഡിലൈറ്റ് ഇൻ ദ റിച്ചസ്റ്റ് ഓഫ് ഫെയർ. പിന്നെ ഏറ്റവും നല്ലത് തരാമെന്ന കർത്താവ് പറയാം, ഏറ്റവും സമ്പന്നമായത്. ഇനി 3, ഗിവ് ഇയർ ആൻഡ് കം ടു മീ. എനിക്ക് ചെവിതാ, എൻ്റെ അടുത്തേക്ക് വാ. സോ ദിസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ, എൻ ടൈം ഇൻവിറ്റേഷൻ. ലിസൺ ദാറ്റ് യു മേ ലിവ്. നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. അതിനുശേഷം ഐ വിൽ മേക്ക് എൻ എവർലാസ്റ്റിംഗ് കവനന്റ് വിത്ത് യു. നിങ്ങളുമായി ഞാനൊരു ശാശ്വത നിത്യ ഉടമ്പടി വെക്കാൻ പോവുക. മൈ ഫെയ്ത്ത്ഫുൾ ലവ് പ്രോമിസ് ടു ഡേവിഡ്. ദാവീദിനോടുള്ള എൻ്റെ വിശ്വസ്തമായ സ്നേഹം ഞാൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിമിത്തം സി ഐ ഹാവ് മെയ്ഡ് ഹിം എ വിറ്റ്നസ് ടു ദ പീപ്പിൾസ്, എ റൂളർ ആൻഡ് കമാൻഡർ ഓഫ് ദ പീപ്പിൾസ്. ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. അത് യേശുവിനെ കൂടി റെപ്രസെൻ്റ് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾക്കൊരു സാക്ഷ്യമായി അവനെ ഞാൻ നിർത്തിയിരിക്കുകയാണ്, അല്ലേ, അവനെ ആക്കിയിരിക്കുന്നത്. എ റൂളർ ആൻഡ് കമാൻഡർ ഓഫ് ദ പീപ്പിൾസ്. ജനങ്ങളുടെ നായകനായി, ഭരണകർത്താവായി ഞാൻ വെച്ചിരിക്കുന്നു. ഇനി ഷ്യൂർലി യു വിൽ സമ്മൺ നേഷൻസ് യു നോ നോട്ട്. നിങ്ങളറിയാത്ത ജാതികളെ നിങ്ങൾ ക്ഷണിക്കണ്ടോ. ഇത് ജാതികളിലേക്ക് പോകുന്നത് കണ്ടോ. ഇസ്രായേലിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ദാവീദിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് മശിയെക്കുറിച്ച് കൂടെ ചേർത്താ പറയുന്നത്. ആൻഡ് നേഷൻസ് യു ഡു നോട്ട് നോ വിൽ കം റണ്ണിങ് ടു യു. നീ അറിയാത്ത ജാതികൾ നിന്നിലേക്ക് ഓടിയണയും. ബിക്കോസ് ഓഫ് ദ ലോർഡ് യുവർ ഗാഡ്, ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ, ഫോർ ഹി ഹാസ് എൻഡോർഡ് യു വിത്ത് സ്പ്ലെൻഡർ. നിനക്കതുപോലൊരു മഹിമ തന്നിരിക്കുന്നത് കൊണ്ട് അവരെല്ലാം ഓടി നിൻ്റെ അടുക്കിലേക്ക് വരാൻ പോവുകയാണ്. 6, സീക്ക് ദ ലോർഡ് വൈൽ ഹി മേ ബി ഫൗണ്ട്. അവനെ കണ്ടെത്താവുന്ന സമയത്ത്, കർത്താവിനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവിൻ. ആൻഡ് കോൾ ഓൺ ഹിം വൈൽ ഹി ഈസ് നിയർ. അവൻ അടുത്തുള്ളപ്പോൾ അവനത് വിളിച്ചപേക്ഷിക്കുക. ലെറ്റ് ദ വിക്കറ്റ് forsake their ways and the unrighteous their thoughts. മാത്രമല്ല, ഈ ദുഷ്ടന്മാരുടെ വഴികളെ ഉപേക്ഷിക്കട്ടെ. അനീതിയുള്ളവൻ അവൻ്റെ ചിന്തകൾ മാറ്റട്ടെ, മനസ്സ് മാറ്റണമെന്ന്. ലെറ്റ് ദം ടേൺ ടു ദ ലോർഡ്. അവർ ദൈവത്തിലേക്ക് തിരിയട്ടെ. ആൻഡ് ഹി വിൽ ഹാവ് mercy on them. അങ്ങനെയെങ്കിൽ അവൻ അവരുടെ മേൽ കരുണയുണ്ടാകും. ആൻഡ് ടു യുവർ ഗോഡ്, ഫോർ ഹി വിൽ ഫ്രീലി പാർഡൻ. അവൻ നിങ്ങളോട് ക്ഷമിക്കും. ഓക്കെ, അപ്പോൾ ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത ആത്മാവും മണവാട്ടിയും, അഥവാ പരിശുദ്ധാത്മാവും ദൈവസഭയും ചേർന്ന് സകലരെയും വിളിക്കുകയാണ്, വാ മക്കളെ വാ. ഈ അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ എൻ്റർടൈൻമെൻ്റ് അങ്ങ് കൂടി, ലെഷർ കൂടി, പ്ലഷർ കൂടി, ഇതെല്ലാം കൂടിയിരിക്കുകയാണ്.
അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ മുഴുവൻ ഒരു മായയിലേക്ക് പോവുകയാണ്. അതായത് സന്തോഷം തരാത്തതിൻ്റെ പിന്നാലെ സന്തോഷത്തിന് വേണ്ടി ഓടുന്നു. ഒരു എങ്ങനെയാണ് പറയേണ്ടത്, ഒരു മരീചികയുടെ പുറകെ പോകുന്നത് പോലെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവർ കാശ് കളയുന്നു, അധ്വാനം കളയുന്നു, ജീവിതം കളയുന്നു, ആയുസ് കളയുന്നു. എന്നാൽ നീ അത് കർത്താവ് പറയും, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു കം കം കം, ഞാൻ നിങ്ങൾക്ക് ജീവജലം തരാം, ഐ വിൽ ഗിവ് യു വാട്ടർ ഓഫ് ലൈഫ്. ഈ ഒരു വലിയ ഇൻവിറ്റേഷനാണ് കിടക്കുന്നത്. ഇതാണ് പുസ്തകം അവസാനിക്കുമ്പോൾ, വേദപുസ്തകം അവസാനിക്കുമ്പോൾ 22-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നുകൂടി വായിക്കേണ്ടത്, സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് സേ കം. ആത്മാവും മണവാട്ടിയും പറയട്ടെ, അല്ലെങ്കിൽ പറയുന്നു വരിക. ആൻഡ് ലെറ്റ് ദ വൺ ഹു ഹിയർസ് സേ കം. ഇത് കേൾക്കുന്നവനും പറയട്ടെ, വാ വരിക. ലെറ്റ് ദ വൺ ഹു ഈസ് തേഴ്സ്റ്റി കം. ഇനി ദാഹിക്കുന്നവൻ വരട്ടെ. ആൻഡ് ലെറ്റ് ദ വൺ ഹു വിഷസ് ടേക്ക് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ദ വാട്ടർ ഓഫ് ലൈഫ്. ഈ ജീവജലത്തിൻ്റെ സൗജന്യദാനം, സമ്മാനം അവരെടുത്തോട്ടെ. ഇങ്ങനെയാണ് വേദപുസ്തകം അവസാനിപ്പിക്കുക. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒരു കൺക്ലൂഷന് വേണ്ടി ഞാൻ ക്രോഡീകരിച്ചെല്ലാം കൂടി പറയാം. ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ കർത്താവ് തന്നൊരു മെസ്സേജാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് US മിഷൻ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് കർത്താവ് തന്നു. നിരവധി സിറ്റികളിൽ അത് പ്രസംഗിച്ചു, സഭകളിൽ പ്രസംഗിച്ചു. ഇന്ന് നിങ്ങളോടും ഞാനത് പങ്കുവച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചുമ്മാ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ അല്പം പോലും റെസ്റ്റ് എടുക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരുളിലും ശൂന്യമായ അവസ്ഥയിലും താനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുമെന്നറിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തോന്നാത്തപ്പോഴും, ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും, ഇരുളിലാണെന്ന് തോന്നുമ്പോഴും അവൻ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മ പ്രവർത്തനം വെള്ളത്തിൻ്റെ മേൽ നടക്കുന്ന സമയത്ത് അത് കാണാൻ മനുഷ്യനില്ല, അത് കാണുന്ന ആരുമില്ല. പക്ഷേ എന്നിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങൾക്കൊരു ഭാവി തരാൻ, നിങ്ങൾക്കൊരു ഷേപ്പ് തരാൻ, നിങ്ങൾക്കൊരു ജീവൻ തരാൻ, നിങ്ങൾക്ക് വെളിച്ചം തരാൻ വേണ്ടി അവൻ ബിഹൈൻഡ് ദ സീൻസ് അന്നും ഇന്നും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ കൈകൾ ഉയർത്തി ഒന്ന് നന്ദി പറയും പരിശുദ്ധാത്മാവിന്. ഇങ്ങനെയൊക്കെ വിവിധ രീതിയിൽ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാനും ഒരു വലിയ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനും കാലാകാലമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനതതികളുടെ ഇടയിൽ, ഒരു വ്യക്തിയിൽ, രണ്ട് വ്യക്തിയിൽ, കൂട്ടമായിട്ട് ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സോ ഒന്നാമത് നമ്മൾ കണ്ടത് യൂണിവേഴ്സലായ ദൈവം പ്രവർത്തിക്കുന്നു. രണ്ടാമത് കണ്ടത് മറിയ എന്ന ഒരു പെൺകുട്ടിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ഒരു രക്ഷകനെ നമുക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ ഇത് കേൾക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിഴലിട്ട് ചില പ്രോജക്റ്റുകൾ, ചില പദ്ധതികൾ, ചില ശിശുക്കൾ, അല്ലെങ്കിൽ ചില കോൺസെപ്റ്റുകൾ, ചില ലോകത്തെ അനുഗ്രഹിക്കുന്ന ചിലതൊക്കെ പിറവിയെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അടുത്തതായി കാണുന്നത്, യേശു കർത്താവ് സ്നാനമേൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. അവനെ മശിഹയായി ക്രിസ്തുവാക്കി തീർക്കുന്നു, അഭിഷിക്തനാക്കി തീർക്കുന്നു. അപ്പോൾ സാധാരണ മനുഷ്യരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിക്കുമ്പോൾ അഭിഷിക്തരായി അവർ മാറുകയാണ്. 1 യോഹന്നാൻ 2:20-27 പറയുന്നു, അവൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലിരിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഈ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും, ഈ അഭിഷേകം നിങ്ങളെ വഴി നടത്തും. അപ്പോൾ ആ അഭിഷേകം യേശുവിൻ്റെ മേൽ വന്നതുപോലെ നമ്മുടെ മേലും അവൻ അയക്കുകയാണ്. അതിനുശേഷം പെന്തക്കോസ്റ്റ് ഔട്ട്പോറിങ് നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കോസ്റ്റ് നാളിൽ അതിഭയങ്കരമായ ഒരു ആത്മപകർച്ച ഉണ്ടായി. ഇന്നും അത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ജെൻറ്റൈൽ ഇൻക്ലൂഷൻ നമ്മൾ കാണുന്നു. അതാദ്യമായി പത്രോസിലൂടെ കൊർന്നല്യൂസിൻ്റെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന്
നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് കർത്താവിൻ്റേതാക്കി മാറ്റട്ടെ. പിന്നെ അവസാനത്തത് കണ്ടത് ദ എൻഡ് ടൈം ഇൻവിറ്റേഷൻ. അന്ത്യകാലത്ത് ആത്മാവ് മണവാട്ടിയും പറയുന്നു, വാ വരിക, ദാഹിക്കുന്നവനൊക്കെ വരട്ടെ. ഈ നാളുകളിൽ നമ്മുടെ കോട്ടേജ് റിവൈവലുകളിൽ, സഭകളിൽ, എല്ലാ സഭകളിലും ജനങ്ങൾ വന്നു കയറട്ടെ. അന്ത്യകാലമാണ്. യേശു കർത്താവ് വരാറായി. ഒരുങ്ങണം. മണവാട്ടി ഇപ്പോഴും ഒരുക്കത്തിലാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ് വെഡ്ഡിങ് നടക്കാൻ പോകുന്നത്. അതുവരെ ഒരുക്കത്തിലാണ്. അപ്പം ഇതിനെല്ലാം വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ ആവശ്യമില്ലാത്ത പരിപാടിയെല്ലാം കളഞ്ഞ് കർത്താവിലേക്ക് ഫോക്കസ്ഡായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു മോഡിലോട്ട് നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ബ്ലെസ്സിംഗ് ടുഡേയുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എ പ്രിപ്പേർഡ് ചർച്ച് ഫോർ ജീസസ് ക്രൈസ്റ്റ്. രൂപാന്തരപ്പെട്ട സമൂഹങ്ങളും യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടൊരു സഭയും, അതിലേക്കാണ് പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുപോകുന്നത്. ആരെങ്കിലും ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടില്ലെങ്കിൽ കൈവയ്ക്കുക, എന്നോട് ചേർന്ന് പറയുക, യേശുവേ, എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ, ഞാൻ മാനസാന്തരപ്പെടുന്നു, പാപവഴികളെ ഉപേക്ഷിക്കുന്നു, യേശുവിനായി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, യേശു എൻ്റെ കർത്താവും ദൈവവുമാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയ്ക്കണമേ, കർത്താവ് സൗജന്യമായി നൽകുന്ന നിത്യജീവൻ ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ദൈവവൈതലായി മാറിയിരിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളിനി നിത്യജീവൻ്റെ മാർഗത്തിലാണ് നിങ്ങളുടെ സഞ്ചാരം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൈകൾ നീട്ടിപ്പിടിക്കും. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ റെയറാണ്, പക്ഷേ അത് സൗഖ്യമാകുന്നു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. അതിൽ സൊറായസിസ് എന്നൊരു രോഗം, ത്വക്കിലൊക്കെ ഇങ്ങനെ സ്കിൻ ഡിസീസ് വന്നിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. മദ്യപാനത്തിൽ നിന്ന് ചിലർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്ന സാമ്പത്തിക കെടുതികൾ മാറട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവരും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. നാളെ സൺഡേ ആണ്, വീട്ടിലിരിക്കരുത്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേ സഭയിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കടന്നുകയറ്റം ഈ നാളുകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും കൂട്ടായ്മയിലും ദേശത്തൊക്കെ അനുഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. തിങ്കളാഴ്ച നമുക്ക് അടുത്ത സന്ദേശ പരമ്പരയിലേക്ക് പോകാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.